ഏകദേശം ഒരു 20 വർഷം മുന്നേ തന്നെ ഒത്തിരിയധികം വില്ല പ്രോജക്ട്സ് ഭയങ്കരമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു ലൊക്കേഷനാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കേട്ടോ. ഈ ഒരു ലൊക്കേഷനിൽ ഇത്രയധികം വില്ല പ്രോജക്ട്സ് വരാനുള്ളൊരു മേജർ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ആ ഒരു വൈബ് തന്നെയാണ്. എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മൂന്നാറിലൊക്കെ കയറിയുന്ന ഒരു ഹിൽ സൈഡിൽ കയറിയ ഒരു പ്രതീതിയാണ് നമുക്ക് ഈ പ്രോപ്പർട്ടീസിലേക്കൊക്കെ വരുമ്പോൾ. നമുക്കിത് വില്ല പ്രോജക്റ്റ് അല്ല, ഇതൊരു ഇൻഡിവിജ്വൽ ഹൗസാണ് നമുക്കിന്ന് വിൽപ്പനയ്ക്കുള്ളത്. നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് തിരുവനന്തപുരം പേയാടാണ്. പേയാട് ജംഗ്ഷനിൽ നിന്ന് വിളപ്പിശാല റൂട്ട് കുറച്ച് ദൂരം വരുമ്പോൾ തന്നെ കാട്ടുവിള എന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ വരും. അവിടെ നിന്ന് വലത്തോട്ട് കയറി അങ്ങോട്ട് കയറുമ്പോൾ തന്നെ നമുക്ക് ഒത്തിരിയധികം പ്രോജക്ട്സ് കാണാം. SFSൻ്റെതും സ്കൈലൈനും പ്രവാസി നക്ഷത്ര വില്ലാസ്, അതിനകത്തൊക്കെ നമ്മൾ തന്നെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നിലേക്ക് വരുമ്പോൾ മണലിൽ ഹിൽസ് എന്ന് പറഞ്ഞ് നമുക്കൊരു ബോർഡ് കാണാം. ആ ഒരു മെയിൻ റോഡിൽ നിന്ന് കഷ്ടിച്ച് ഒരു 50-60 മീറ്റർ ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്ന ഈ ഒരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുള്ളതാണ്. നേരിട്ട് ഉടമയായിട്ടുള്ള ഡീലാണ്. നമുക്കിതിനകത്തേക്കുള്ള റോഡ് തന്നെ എന്താ ഈ കാണുന്ന പോലെ ഏകദേശം 5 മീറ്റർ വിട്ടിൽ നല്ല വീതിക്കാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ എല്ലാം തന്നെ ഇതുപോലെ നല്ല നല്ല വീടുകൾ കാണാം. നമുക്ക് ഈ ഒരു വീടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗ്രീൻ ബിൽഡിംഗ് റിക്വയർമെൻറ്റ്സ് എല്ലാം മീറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ പണി പൂർണ്ണമായിട്ടും ഫിനിഷ് ചെയ്തിട്ടില്ല. ഇപ്പോൾ കാണുന്ന കണ്ടീഷനിലാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുള്ളത്. ഇതിനകത്തുള്ള പണി തീർത്ത് നിങ്ങൾക്ക് ബാക്കിയുള്ള വർക്കുകളിലൂടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ തന്നെ ചെയ്തു തരുന്നുണ്ടാവും. ഈ ഗ്രീൻ ബിൽഡിംഗ് റിക്വയർമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് കറണ്ട് ബില്ലോ കാര്യങ്ങളോ അതെല്ലാം സീറോ കോസ്റ്റ് ആയിരിക്കും. ആ രീതിയിൽ ലൈറ്റിംഗ് ആയാലും നമുക്ക് എല്ലാ കാര്യങ്ങളിലും അവർ അതിൻ്റേതായിട്ടുള്ള രീതിയിലായിരിക്കും ഇതിനകത്ത് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ AC തന്നെ നമുക്ക് ചിലപ്പോൾ ഇടേണ്ടി വരത്തില്ല. ഇത് ഫുള്ളായിട്ട് എംബ്രിക്കിലാണ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഹീറ്റ് റെസിസ്റ്റൻ്റ് ആണ്. നമുക്ക് പുറത്തുനിന്നുള്ള ഹീറ്റ് അത്രയും തന്നെ അകത്തേക്ക് വരത്തില്ല. ആ രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു മേജർ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിതിന് മേളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ കാണുന്ന ഒരു ഗ്രീനറിയാണ് കേട്ടോ. ഭയങ്കര രസമാണ്. നമുക്ക് എന്തായാലും പ്രോപ്പർട്ടിയുടെ ബാക്കി വിഷ്വൽസ് കാണാം. ഈ ഭാഗത്തായിട്ട് നമുക്ക് വലിയൊരു കാർ കയറ്റി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അല്ലാണ്ട് നമുക്ക് അത്യാവശ്യം നല്ലൊരു മുറ്റമുണ്ട്. വെള്ളത്തിൻ്റെ സൗകര്യത്തിനായിട്ട് കിണർ ഒരുക്കിയിട്ടുണ്ട്. ഈ രീതിയിലാണ് നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടം വരുന്നത്. നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് ടോട്ടലായിട്ട് 4.5 സെൻറ്റിൽ 1750 സ്ക്വയർ ഫീറ്റിലാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത്. ഇങ്ങനെയാണ് നമ്മുടെ ഒരു വരാന്ത സ്പേസ് വരുന്നത്. നമുക്ക് കാറൊക്കെ നിർത്തി നമുക്ക് കയറി വരാവുന്ന രീതിയിൽ ഇങ്ങനെ ഒരു വരാന്ത സ്പേസ് ഉണ്ട്. നമ്മുടെ ഈ വാതിലെല്ലാം ചെയ്തിട്ടുള്ള മെറ്റൽ ഡോറാണ്, അതായത് സ്റ്റീൽ ഡോറാണ്. ശരിക്കും ഇന്ന് വുഡിനേക്കാളും കൂടുതൽ വാറണ്ടി തരുന്ന അല്ലെങ്കിൽ ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഡോസാണ് സ്റ്റീൽ ഡോസ്. ഇതിനകത്തേക്ക് കയറി കാണിച്ച് ഇതിനാണെങ്കിൽ എക്സ്ട്രാ സേഫ്റ്റിയാണ് കേട്ടോ. എന്ന് വെച്ചാൽ ലോക്കൊക്കെ വരുമ്പോഴത്തേക്കും ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ ഒരു സൈഡിൽ ചവിട്ടി പൊളിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് എളുപ്പമായിരിക്കും. ഇതങ്ങനെയല്ല. നമുക്ക് ഫുള്ളായിട്ട് മൂന്നിടത്തും ഇതുപോലെ ലോക്ക് വരുന്ന രീതിയിലാണ് നമ്മുടെ ഡോർസ് വരുന്നത്. ഈ കാണുന്നത് നമ്മുടെ ഒരു കോമൺ സ്പേസ് ആണ്. അതായത് ഇവിടെ ലിവിങ് ഏരിയ വരും. ഞാൻ പറഞ്ഞതുപോലെ ഇതിനകത്ത് അധികം ലൈറ്റ് ഇട്ടില്ല എന്നുണ്ടെങ്കിലും നമുക്ക് പകൽ സമയത്ത് നല്ലതുപോലെ തന്നെ പ്രകാശം ഉള്ളിലേക്ക് വരുന്നുണ്ടാവും. ഇവിടെ നിന്ന് വീടിൻ്റെ സൈഡിലേക്ക് ഇറങ്ങാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ഇവിടെ ഇങ്ങനെ സ്റ്റേഴ്സ് പ്രൊവൈഡ് ചെയ്ത് നമുക്കൊരു ഗാർഡനിലേക്ക് വ്യൂ വരുന്ന രീതിയിലാണ് ഈ ഡോർസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. എല്ലാം ഇതുപോലെ വലിയ ടഫ് ഗ്ലാസ് ആണ് നമുക്ക് അതിനകത്ത് ഇട്ടിട്ടുള്ളത്. ഈ കാണുന്ന നമ്മുടെ ഡൈനിങ് സ്പേസിൽ നിന്നും അതേപോലെ ഒരു എൻട്രൻസ് തന്നെ ഇതുപോലെ വലിയൊരു ജനലാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മുടെ ഡൈനിങ് ഏരിയ വരും. ഈ ഭാഗത്തായിട്ട് നമുക്ക് കിച്ചൺ വരും. കിച്ചൻ്റെ വർക്ക് അവർ ചെയ്തിട്ടില്ല. നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ അവരോട് സംസാരിക്കാവുന്നതാണ്. പിൻവശത്തേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വലിയൊരു ബാക്ക് യാർഡും കിട്ടും. അവിടെ വേണമെങ്കിൽ കിച്ചൻ്റെ വർക്കും ഒരു ചെറിയൊരു അടുക്കള തോട്ടമൊക്കെ ചെയ്യണമെങ്കിൽ അവിടെ ചെയ്യാവുന്നതാണ്. നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് വരുമ്പോഴത്തേക്കും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് വരുന്നത്. നമുക്ക് ഈ റൂമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം തന്നെ പ്രീമിയം ഫിറ്റിങ്സ് ആണ്. ഇതിപ്പോൾ കമോഡായാലും വാഷ് ബേസിനായാലും എല്ലാം തന്നെ ജാഗ്വാറിൻ്റെ ഫിറ്റിങ്സ് ആണ്. ഇപ്പോൾ ഈ ഡൈവേർട്ടർ യൂണിറ്റ് ഒക്കെ വരുന്നത് സെറയാണ്. അങ്ങനെ പ്രീമിയം മെറ്റീരിയൽസ് ആണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ഇതാണ് നമ്മുടെ താഴത്തെ നിലയിലെ ബെഡ്റൂം. ഈ റൂമിൽ നിന്നായാലും നമുക്ക് ആ ഒരു ഗാർഡൻ സ്പേസിലേക്ക് ഇറങ്ങാവുന്ന രീതിയിൽ ഇങ്ങനെ ഒരു വലിയൊരു എൻട്രൻസ് കണക്കാണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ സ്റ്റേഴ്സിൻ്റെ അവിടെ ഈ ഒരു ചുമരിൽ ഫുള്ളായിട്ട് ഇതുപോലെ ഒരു ജാളി വർക്ക്സ് ആണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ എയർ സർക്കുലേഷൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കുറേ കൺസെപ്റ്റ്സ് വെച്ചിട്ടാണ് നമുക്ക് ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി മേളിലേക്കുള്ള ദൃശ്യങ്ങൾ കാണിച്ചു തരാം. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ നമുക്ക് തടിയൊക്കെ നോക്കി ഇതെല്ലാം തേക്കും തടിയാണ് കേട്ടോ. ഈ ഒരു സ്റ്റേഴ്സ് എല്ലാം തന്നെ ചെയ്തെടുത്തിട്ടുള്ളത്. ഇവിടെ നിന്ന് വീണ്ടും ഇങ്ങനെ ഒരു ബ്രിഡ്ജ് കണക്ക് സെറ്റ് ചെയ്ത് നമുക്കൊരു ബാൽക്കണിയിലേക്ക് ആക്സസ് വരും. നമ്മുടെ ഈ ഒരു ഫ്ലോറിൽ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള 2 ബെഡ്റൂംസ് ആണ് വരുന്നത്. ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം തന്നെ സിമിലർ ഫിറ്റിങ്സ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലുള്ള സിമിലർ ഫിറ്റിങ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൽ നിന്നും നമുക്കിത് ഇങ്ങനെ ഒരു വലിയൊരു ബാൽക്കണി സ്പേസിലേക്ക് എൻട്രൻസ് വരുന്നുണ്ട്.
ഇവിടെ നിന്നുള്ള ആ വ്യൂ ആണ് ഭയങ്കര രസം കേട്ടോ. ശരിക്കും നമുക്ക് ഈ മൂന്നാറൊക്കെ നമ്മൾ രാവിലെ ചെന്നിട്ട് ഇങ്ങനെ എണീറ്റ് നിൽക്കുമ്പോഴേ ഈ ഹിൽസിലേക്കുള്ളൊരു വ്യൂ കിട്ടുമല്ലോ, അത് കണക്കാണ് നമുക്ക് ഈ ഒരു വ്യൂ വരുന്നത്. ഈ ഭാഗത്തായിട്ട് നമ്മുടെ അടുത്തൊരു ബെഡ്റൂം വരും. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. നമ്മൾ താഴത്തെ നിലയിൽ കണ്ട ബെഡ്റൂമിൻ്റെ ആ ഒരു സെയിം രീതിയിലാണ് കേട്ടോ. എങ്ങനെ വെച്ചാൽ ഇതിൽ നിന്നും നമുക്ക് ഈ കാണുന്നത് പോലെ ഒരു ബാൽക്കണി സ്പേസിലേക്ക് എൻട്രൻസ് വരുന്നുണ്ട്. അവിടെ ഫുള്ളായിട്ട് മെറ്റൽ ഫ്രെയിം ചെയ്ത് സേഫ് ആക്കിയിട്ടുണ്ട്. ഇത് നമ്മുടെ പിൻവശത്തേക്കുള്ള ഒരു ഓപ്പൺ ടെറസാണ്. ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ എല്ലാം വെക്കാനുള്ള പ്രൊവിഷനും ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പിൻവശത്തേക്കുള്ള വ്യൂ. അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ വാട്സാപ്പ് നമ്പറാണ് കൊടുക്കുന്നത്, ആൾ വിദേശത്താണ്. അപ്പോൾ താല്പര്യമുള്ളവർ ആ വാട്സാപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. ഉദ്ദേശിക്കുന്ന വില 85 ലക്ഷം രൂപയാണ്. ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷന് സാധ്യതയുണ്ട്. താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ചു. എങ്ങനെയാണെന്ന് വെച്ചാൽ ഫുള്ളായിട്ട് ബ്രാൻഡഡ് മെറ്റീരിയൽസ് ആണ്. അതുപോലെ എംബ്രിക്കാണ് ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിപ്പം സാനിറ്ററി വെയർസ് ആയാലും എല്ലാം തന്നെ ആ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ലൈറ്റിങ്ങും പുറത്തുനിന്നുള്ള ലൈറ്റിങ്ങും എയർ സർക്കുലേഷനും എല്ലാം കിട്ടുന്ന രീതിയിലാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ചോ. 85 ലക്ഷം രൂപയാണ് പ്രൈസ് വരുന്നത്.